അപ്പോൾ ഗൈസ് ഇന്ന് ക്ലാസ്സിലെത്തിട്ട് ഞാൻ വെച്ച് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാന്ന്. റൂമിന്റെ അവസ്ഥ വൻ ഷോക്കായിരുന്നു ഗൈസ്. പിന്നെ എന്റെ റൂം എനിക്ക് തന്നെ ക്ലീൻ ആക്കണം കേട്ടോ, എന്നാലും എനിക്ക് എന്റെ മനസ്സിൽ നിർവൃതി വരുള്ളൂ. ആ നിർവൃതിക്ക് ശേഷം ആ സംഭവത്തിന് ശേഷം നമ്മൾ നേരെ കടയിലേക്ക് വിട്ടിട്ടോ. കടയിൽ പോയപ്പോൾ 1-2 ബില്ല് ചെക്ക് ചെയ്യണ്ടായിരുന്നു, അത് ചെക്ക് ചെയ്തു. പിന്നെ ഗൈസ് ചെറുതായിട്ടൊന്ന് മീശ ട്രിം ചെയ്തപ്പോൾ ഒന്ന് പണി കിട്ടി, ചെറുതായിട്ടൊന്ന് മൂഞ്ചി. അങ്ങനെ ബില്ലൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് അടിയിൽ നിന്ന് കുട്ടികളെ ഒച്ചപ്പാടിട്ടത്. എന്താന്ന് പോയിക്കുമ്പോൾ നമ്മളെ കടയിൽ തന്നെയുള്ള ഹാരിസാക്കാൻ്റെ ബാക്കി കാരാട്ടോ. പിന്നെ പെരുന്നാളിനോടനുബന്ധിച്ച് കടയിൽ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ഓഫറിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിരുന്നിട്ടൊന്ന്. അപ്പോൾ ഗൈസ് ഇതാണ് മസൂദാക്കയാണ് ഞങ്ങളെ പർച്ചേസിംഗ് മാനേജർ. ആളൊരു പാവട്ടോ, തൊള്ളയിൽ വരട്ടാ കൂടി കടിക്കൂലായിരുന്നല്ലേ ആ ജാതി ഏറ്റവും. ഇത് പിന്നെ എൻ്റെ പ്രവർത്തനം. അപ്പോൾ ഗൈസ് ഇന്ന് മുതൽ ഷോപ്പ് നോമ്പുറന്നതിന് ശേഷം തുറക്കാൻ തുടങ്ങിട്ടോ. എല്ലാവരും നോമ്പറക്കാൻ പോയതൊക്കെ ഞാൻ പോയി വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നിന്നിട്ടോ. അപ്പോൾ ഗൈസ് ഈ നിഷ്കളങ്കായിട്ട് ചിരിക്കുന്ന കേട്ടോ കടയിൽ തന്നെ സീഫ്. കഴിഞ്ഞ കുറി എൻ്റെ കോളേജിലത്തെ ID കാർഡ് പൊട്ടിയപ്പോൾ ഇവനാട്ടോ നേരാക്കി തന്നത്. അങ്ങനെ നമ്മളതൊക്കെ എൻ്റെ പൊട്ടി ID കാർഡ് സെറ്റപ്പ് ആക്കി തന്നെ റെഡിയാക്കി എൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു നിന്നിട്ടോ. ഇതാണ് മുജീബാക്ക, കടയത്തെ എൻ്റെ മിനി ATM ആട്ടോ. ഇതിൽ 9 മണിയായിട്ട് ചെക്കനൊക്കെ കിടന്ന് തുള്ളി നോക്കി ഗൈസ്. അപ്പുറത്തെ കടയത്തെ കാക്കാൻ്റെ കുട്ടിയാട്ടോ, ചെക്കൻ ഫുൾ ആക്റ്റീവ്. ഹലോ, ഇപ്പൊ കുട്ടീൻ്റെ അടുത്ത് വരുന്നത് ഞങ്ങളെ കടയത്തെ ഏറ്റവും ചെറിയ കുട്ടിയായ ജുറേജ് ആട്ടോ. അങ്ങനെ കാത്തിരുന്ന് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ നേരപ്പോഴും ചെറുതായിട്ട് ഇവിടെ ഒരു മഴക്ക് പോയി. അങ്ങനെ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് ഷോപ്പ് കിട്ടിയപ്പോഴും ഇന്നും കൂട്ടാനും ചങ്ങായിമാർ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി ബാക്കി നാളെ കാണാം. ഗുഡ് ബൈ.